ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയി. കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്, കടൽ കണ്ട സന്തോഷം. അവരാണെന്നുണ്ടെങ്കിൽ കടലിൽ മണ്ണുമാന്തിയും അതുപോലെ തന്നെ ഞണ്ടിനെ പിടിച്ചും ഭയങ്കര കളിയിലാണ്. പക്ഷേ ഇന്നത്തെ പ്രാധാന്യം ഇതൊന്നുമല്ല കേട്ടോ. ഏകദേശം 21 വർഷമായിട്ട് ഞങ്ങളുടെ തിരുവത്ര പുത്തൻകടപ്പുറത്ത് സൂര്യ കടലാമ സംരക്ഷണ സമിതി അവരുടെ നേതൃത്വത്തിൽ കടലാമയെ വിരിയിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. മുട്ടയിടാൻ കയറുന്ന കടലാമകളിൽ നിന്ന് മുട്ടയിട്ടതിന് ശേഷം ആ മുട്ടകളെ സ്വരൂപിച്ചുകൊണ്ട് ഇവർ ഹാച്ചറിയിലേക്ക് മാറ്റും. പ്രത്യേകം സംവിധാനം ചെയ്ത കുറച്ച് നെറ്റുകളൊക്കെ അടിച്ച് മറ്റുള്ള ജീവികളിൽ നിന്ന് സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള നെറ്റുകളൊക്കെ അടിച്ചുകൊണ്ട് അതിനുള്ളിലേക്കാണ് ഈ ഒരു മുട്ടകളെ മാറ്റുന്നത്. എന്നിട്ട് അതിൽ നിന്ന് മുട്ട വിരിയുന്ന ഒരു രംഗമാണ്. ഈ കാണുന്ന കൂട്ടിലാണ് കേട്ടോ മുട്ട വിരിയിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ വട്ടത്തിലുള്ള റൗണ്ട് ഇട്ടില്ല, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മുട്ടകളെ സംരക്ഷിച്ചിട്ടുള്ളത്. മുട്ടകളെല്ലാം അതിനുള്ളിൽ കുഴിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും വിരിഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ബോക്സ് ആഡ് ചെയ്യും. ഈ കാണുന്ന ബോക്സിൽ അതിലേക്കാണ് മുട്ട വിരിഞ്ഞതാകുക. അതുകൊണ്ട് തന്നെ ചുറ്റും ഒരു മതിൽകെട്ട് പോലെയുള്ളത് കൊണ്ട് ആമകൾക്ക് പുറത്തു പോകാൻ കഴിയില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അങ്ങനെ വിരിഞ്ഞ ആമകളെ നമ്മൾ എന്ത് ചെയ്യും, കടലിലേക്ക് ഇറക്കി വിടാറാണ്. അപ്പോൾ ഇന്ന് പലവിധ സാംസ്കാരിക നേതൃത്വമുള്ളവരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള നല്ലൊരു ജനകീയമായ ഒരു പരിപാടിയാണ് ഇന്ന് അവിടെ സംഘടിപ്പിച്ചത്. അത് നമ്മളെ എല്ലാവർക്കും, കേരളത്തിലുടനീളമുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് സൂര്യ കടലാമ സംരക്ഷണ സമിതി ചെയ്തിരിക്കുന്നത്. ഏകദേശം 99 മുട്ടകളാണ് ഇപ്രാവശ്യം വിരിയിച്ചത്. അതിൽ 90 എണ്ണമാണ് വിരിഞ്ഞു വന്നുള്ളൂ. ആ 90 ആമക്കുഞ്ഞുങ്ങളെയും നമ്മൾ ഇതിനുള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. നല്ല രസമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇവർ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാനായിട്ട്.